ആവണീന്റെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അഭിനയിക്കുന്ന രണ്ടാൾക്കാരെ നോക്കും. സ്നേഹന്റെ കാപ്പി കണ്ട് കോളേജിലെത്തി ഗൈസ്. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. സോ ഞാനിപ്പോൾ സമയമില്ല, ഞാൻ ഇങ്ങനെ ഇൻട്രോ ഒന്ന് ജസ്റ്റ് എടുക്കാൻ വിചാരിച്ചാൽ പിടിയിട്ട് വരാം കേട്ടോ. ഞാൻ കാണിച്ച സമയം ഒരു ആകുന്നേ ഉള്ളൂ, നേരെ വെളുക്കത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്, കുറച്ച് ആൾക്കാരെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ എങ്ങോട്ടാണ് പോണത്, എന്താ പറയുക, എന്താണെന്നൊക്കെ ഞാൻ വഴിയെ പറയാം. ഇപ്പം നമുക്കൊരു 6:45 ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങണം. സോ ഇനി ഞാൻ വേഗം പോയിട്ട് പല്ലൊക്കെ തേച്ച് കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയൊക്കെ ആവണം. സോ ഞാൻ ഓരോന്നിങ്ങനെ റെഡി ആകുമ്പോഴൊക്കെ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ഹായ് ഗായ്സ്, ഇപ്പോൾ 6:30 കഴിഞ്ഞു. ഞാനിത് എന്താ പറയുക, കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നിൽക്കുകയാണ്. ഞാനാണെങ്കിൽ എൻ്റെ തലമുടിയിലൊരു കൊട്ട എണ്ണ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഷാമ്പൂ ചെയ്തു. ഇപ്പോൾ ഇത് ഉണങ്ങുമെന്ന് അറിയില്ല, ബസ്സിൽ പോകായതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ഉണങ്ങിക്കോളും. സോ എന്തായാലും നമുക്ക് പോയിട്ട് വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മേക്കപ്പൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുങ്ങാൻ ഗൈസ്. ഫസ്റ്റ് തന്നെ ഞാനിത് എൻ്റെ സൺസ്ക്രീൻ കണ്ടുവരുന്നത്. എൻ്റെ മോയ്സ്ചറൈസർ കഴിഞ്ഞു, അപ്പോൾ ഞാനത് വാങ്ങിയിട്ടില്ല. സോ നമുക്ക് സൺസ്ക്രീൻ വെച്ച് ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ആക്ച്വലി ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ പാലക്കാട്ടിലോട്ടാണ് കേട്ടോ. അതായത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി പോവാണ്. സോ അതായത് ഏകദേശം ഇപ്പോൾ 1 വർഷമൊക്കെ കഴിഞ്ഞു ഞങ്ങൾ എല്ലാവരും കൂടിയൊക്കെ കണ്ടിട്ട്. ലൈക്ക് എൻ്റെ കോളേജിലെ ഫ്രണ്ട്സായാലും ഹോസ്റ്റലിലെ ഫ്രണ്ട്സായാലും ഒക്കെ കണ്ടിട്ട് 1 വർഷം കഴിഞ്ഞു. അപ്പോൾ ഹോസ്റ്റലിലത്തെ ഫ്രണ്ട്സിനല്ല കേട്ടോ കാണാൻ പോകുന്നത്, അവരെ കാണാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിൽ വന്നു, പക്ഷെ എന്നിട്ടും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല, കാരണം എല്ലാവർക്കും ലീവൊന്നുമില്ല. സോ നമുക്ക് കുറേ ആയി കണ്ടിട്ട്, അതൊരു സങ്കടമാണ്. സൺസ്ക്രീൻ ഇട്ടു, പിന്നെ നമ്മൾ ലിപ് ബാം ഇട്ടു. ഇനിയിപ്പോൾ നമുക്ക് ചെറിയ മേക്കപ്പ് എന്തെങ്കിലും ചെയ്യാം, കാരണം നമുക്ക് സമയമില്ല. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അച്ഛൻ വരുമ്പോഴേക്കും ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. അച്ഛനാണെങ്കിൽ അമ്മേനെ കൊണ്ടാക്കാൻ പോയതാണ് കേട്ടോ. കാണുന്നുണ്ടോ വഴി ഇരുന്നിട്ട് എനിക്ക് ശരിയാവണം. ഞാൻ ബാക്കി മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഹായ് ഗൈസ്, ഒരുങ്ങി കഴിഞ്ഞപ്പോഴേക്ക് ലേറ്റ് ആയിട്ടോ. ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അച്ഛനെ നേരെ പിന്നെ വണ്ടൂർ കൊണ്ടാക്കി. അവിടെ നിന്ന് സ്നേഹിനെ മീറ്റ് ചെയ്ത് ഞങ്ങൾ നേരെ KSRTCയിൽ പെരുന്തൽമണ്ണയ്ക്ക് പോയിട്ടോ. അങ്ങനെ പെരുന്തൽമണ്ണ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും പാലക്കാടേക്കുള്ള KSRTC വന്നു കേട്ടോ. അപ്പം നമുക്ക് പ്രിയദർശിനിയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. കുറേ നേരം ഞങ്ങൾ നിന്നു. പിന്നെ ലഗേജൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 2 പേരെ എണീറ്റപ്പോൾ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കോളേജ് ഉണ്ടായിരുന്ന സമയത്ത് എപ്പോഴും ഞങ്ങൾ പെരുന്തൽമണ്ണയിൽ നിന്ന് ബസ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കിടന്ന് ഉറങ്ങും കേട്ടോ. പിന്നെ അവിടെ എത്തുമ്പോഴാണ് എണീക്കുക. പക്ഷെ ഇപ്പോഴാണെങ്കിൽ കുറേ കാലത്തിന് ശേഷം കാണുന്നതുകൊണ്ട് തന്നെ കുറേ കഥകൾ പറയാനുണ്ടായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറങ്ങാനുള്ള നേരമൊന്നും കിട്ടാറില്ല കേട്ടോ. കുറേ വർത്തമാനങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇതേ വിക്ടോറിയ കോളേജിലെത്തി. ഞങ്ങൾ ഇവിടെ എത്തി. ഞങ്ങൾ രേവതി സാന്ദ്ര, മുഹിബ് വന്നില്ല തോന്നുന്നുണ്ട്, രേവതി സാന്ദ്രനെ കാണാൻ പോകണ്ട ഗൈസ്. ഞങ്ങളുടെ കോളേജ് അയ്യോ, കോളേജ് കാണുമ്പോൾ എന്തോ പോലെ. ഞങ്ങൾ നേരെ സോഷ്യൽ കിച്ചണിലേക്കാണ് കേട്ടോ പോയത്. അവിടെയാണ് അവരെല്ലാവരും ഉള്ളത്. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഓർഡർ ചെയ്യും. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന സോഷ്യൽ കിച്ചൺ മാറ്റിയിട്ടു. നമ്മളവിടെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് പഠിച്ച സമയത്ത്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്ഥലവും മാറ്റി, അതേപോലെ തന്നെ അവിടുത്തെ എല്ലാം മാറ്റിയിട്ടുണ്ട് കേട്ടോ. അഭിനയിക്കുന്ന രണ്ടാൾക്കാരെ നോക്കും. സ്നേഹന്റെ കാപ്പി കണ്ട് അറിയില്ലേ വീട്ടിൽ നിന്നൊന്നും കഴിക്കാതെ ഇറങ്ങിയതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാനും സ്നേഹി നല്ല ഗീദോശയും കാപ്പിയൊക്കെ കുടിച്ചു. ഇവരാണെങ്കിൽ ഞങ്ങൾ വരുന്നതിന് മുമ്പേ ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ്. കോളേജിലെത്തി ഗൈസ്. എന്ത് പറ, എന്റെ ബ്ലോഗിൽ നീ പറ. നമ്മളേറെ നാളിന് ശേഷം ഞങ്ങൾ സോഷ്യൽ കിച്ചണിൽ പോയി ഫുഡ് കഴിച്ചു. എല്ലാവരും ആവണീന്റെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. സ്നേഹയുടെ ബെൽ ബട്ടൺ
അമർത്തണം. പറയടി കോളേജിൽ വന്ന് കേറിയിട്ടുള്ളൂ, അപ്പൊ കാണാൻ വലിയ മാറ്റമൊന്നുമില്ല. എല്ലാവർക്കും അറിയാതെ ഞങ്ങൾ കോളേജിൽ വിക്ടോറിയ കോളേജ് പറഞ്ഞു. പിന്നെ ഞാൻ ടോയ്ലറ്റ് ഒക്കെ അതേപോലെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല കോളേജ്. നല്ല പറച്ചിലായി പോയി. ഞങ്ങൾ വിനീത ഗാർഡനിലാണ് ഗൈസ്. ഞങ്ങൾ വിനീത ഗാർഡൻ, ഞങ്ങൾ കുറേ നടന്ന് അവസാനം ഞങ്ങൾക്ക് കിട്ടിയ സ്ഥലം വിനീത ഗാർഡനാണ്. ഞങ്ങൾ വേറെ സ്ഥലത്ത് ഇനി എവിടേക്ക് പോകും എന്നുള്ള ഒരു ആലോചനയിലാണ്. അതെ അതെ ഗൈസ്, ഞങ്ങളുടെ വലിയൊരു ഫോട്ടോ സെക്ഷൻ മൊത്തം കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വലിയൊരു പോരാട്ടം കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. കോളേജിൽ അഡ്മിഷൻ ടൈം ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. അതിനുശേഷം പിന്നെ എങ്ങോട്ടാ പോകാമെന്ന് ആലോചിച്ച് മലമ്പുഴയിൽ പോകാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി നേരെ ബസ് കയറി. കുമ്പിരി വെയിലത്ത് ഇവനെ ഞങ്ങളെ പറ്റിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങള് മലമ്പുഴയ്ക്ക് വലിയ കൊള്ളാട് വന്നു. വരുന്ന വരെ ഞങ്ങള് മലമ്പുഴ എന്ന് പറഞ്ഞു. അത്രയും ഞങ്ങൾ പറഞ്ഞിട്ട് അവൻ പറയും ഇവിടെ എത്തിയപ്പോ അവിടെ വികസനത്തിന്റെ ഇതായിട്ട് പണിയെടുക്കാറ്. അപ്പൊ നമ്മളെങ്ങനെ പോണ ഗൈസ്? നമ്മളിപ്പോ എങ്ങനെ പോണത്? അതാ വ്ളോഗാട്ടത്. ഇപ്പൊ നമ്മൾ പോകുന്നത് അക്വേറിയത്തിലേക്കാണെന്നാണ് പറഞ്ഞത്. അവിടെ എത്തും പറയാം അക്വേറിയം ഉണ്ടോ എന്തുള്ളൂ. എന്റെ മേക്കപ്പ് പോയി. ഞാൻ എത്ര പ്രാവശ്യം ലിപ്സ്റ്റിക് ഇട്ടു നിൽക്കാൻ അറിയാൻ പാടില്ല. അങ്ങനൊന്നുമില്ല, വെറുതെ ഇല്ലില്ല ഇതൊക്കെ കാണിക്കൂട്ടോ. പ്ലെയിന് എന്റെ ലിപ്സ്റ്റിക് പോയി. സ്നേഹ ഇപ്പൊ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഇടൽ തുടങ്ങി, ലിപ് ബാം ഇടൽ തുടങ്ങി. ഇവിടുതൊന്നും ഇടില്ലായിരുന്നു. ഡൽഹി പോയിട്ടൊരു മാറ്റേ. ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പോലും നമ്മൾ ഇതിൻ്റെ ഉള്ളൊന്നും കയറിയിട്ടില്ല. അങ്ങനെ ഫൈനലി നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അറിയുള്ളൂ. ഏതാ CD? ഇതിന്റെ ഒന്ന് പേര് ഇങ്ങനെയല്ല. ആൾക്കാർക്ക് എന്തൊക്കെ പേരൊക്കെ ഇത് മറ്റേ മുള്ളൻ മീനല്ലേ? മുള്ളൻ ഒന്നുകൂടെ നിക്ക്. ഇത് പറന്ന മീൻ. അങ്ങനെ മതി, ഇംഗ്ലീഷ് ഒന്നും വേണ്ട. പറന്ന എന്തോ പ്ലാറ്റിനം ഇത് മോളിയല്ലേ? ഇതൊക്കെ പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നു. ഇത് പ്രഗ്നന്റ് അല്ലേ? ഓ മൈ ഗോഡ്. ഇതാ ഇവിടത്തെ അക്വേറിയത്തിലെയാണ് ഗൈസ്. ഇവിടെ പല മീനുകൾക്ക് പല പേരുകൾ. പക്ഷെ ഞങ്ങൾക്ക് ആകെ അറിയുന്നത് വല്ല മത്തിയയിലേക്കാണ്. സീബ്ര, തിലാപ്പിയ, സിക്ലിറ്റ്. എന്തൊക്കെ പേരാ? നിന്നെ കേസെടുത്തു സ്നേഹ, കേസെടുത്തു. ഓ നോക്ക് സ്നേഹ. ഓടാ സൂപ്പർല്ലേ. ഈ മീൻ നല്ല രസമുണ്ട്. ഇത് നോക്ക്. ഹായ്. ഓ മൈ ഗോഡ്, നോക്ക്. കളർ മീനില്ലല്ലോ. ഇതിനു മുമ്പൊക്കെ ഒരുപാട് മീനുകൾ അക്വേറിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും പല പല ടൈപ്പ് മീനുകളെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ പല ടൈപ്പ് നല്ല ഭംഗിയുള്ള സുന്ദരി മീനുകളെയൊക്കെ കണ്ട് ഞങ്ങൾ കുറേ നേരം അതിനുള്ളിൽ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. നന്നായിട്ട് താഴ്ചകൊണ്ട് തന്നെ നേരെ ഒരു വഴിയോരത്തുള്ള കടയിൽ കയറി. അവിടെ നിന്ന് പിന്നെ നാരങ്ങ സോഡയും നന്നാരി സർബത്തൊക്കെ കുടിച്ചു കേട്ടോ. അതൊക്കെ കുടിച്ചപ്പോഴാണ് ഒരു ആശ്വാസം. അത് കഴിഞ്ഞ് നമ്മൾ ബസ് വെയിറ്റ് ചെയ്തിട്ട് സ്റ്റോപ്പിൽ നിൽക്കാൻ കേട്ടോ. നല്ലൊരു ഫോട്ടോ കിട്ടില്ല. കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് സുഖമായിട്ട് ഇരുന്ന് പോകാൻ പറ്റി. ഉച്ച സമയമായതുകൊണ്ട് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പോകുന്നത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. ഞങ്ങൾ ആദ്യം കുറേ നേരം എവിടെ പോകും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാം. പിന്നെ നമ്മൾ നേരെ നെഹരിക്ക് വിടാന്ന് പറഞ്ഞു. അവിടെ നല്ല മന്തി കഴിക്കാമെന്ന് പറഞ്ഞു. കോളേജിൽ പഠിക്കുമ്പോൾ നമ്മൾ ഉച്ചയ്ക്കും അതുപോലെ വൈകുന്നേരം ഒക്കെ ഇവിടെ മന്തി കഴിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡ് എത്തുന്ന വരെ ഞങ്ങളാണെങ്കിൽ ഫുള്ള് സംസാരമായിരുന്നു കേട്ടോ അവിടെ.
ഗൈസ് ഞങ്ങൾ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് നെഹദിയിൽ വന്നാണ് കേട്ടോ. കോളേജ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ കുറേ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. സോ നമുക്ക് മന്തി കഴിക്കാം. ഇത് ചൂടുള്ള കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും നമ്മുടെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും അൽഫാം മന്തി ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് കാന്താരി അതേപോലെ തന്നെ ഹണി ചില്ലിയൊക്കെ സ്നേഹി മുഹിബ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 3 പേരും നോർമൽ നമ്മുടെ അൽഫാമായിരുന്നു. കാരണം എനിക്ക് എന്താണെന്ന് അറിയില്ല, നോർമൽ അൽഫാമിനോടാണ് കുറച്ചുകൂടി ഇഷ്ടം. പിന്നെ ഇതേ നല്ല ആസ്വദിച്ചൊരു മന്തി കഴിക്കലായിരുന്നു കേട്ടോ. വിശപ്പൊക്കെ മാറ്റി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ ഷോപ്പിങ്ങിനാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. എന്തെങ്കിലും കാണാനൊക്കെ പോകാന്നുള്ള പ്ലാനായിരുന്നു ആദ്യം. പിന്നെ വിചാരിച്ചു നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് സ്ഥിരമായിട്ട് ഷോപ്പിങ്ങിനൊക്കെ വരുന്ന കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വെറുതെ പോയി നോക്കാന്ന്. അതിൽ മെയിൻ സ്പോട്ടാണ് സുഡിയോ കേട്ടോ. നമ്മൾ കോളേജ് പഠിക്കുമ്പോൾ ഇഷ്ടംപോലെ പ്രാവശ്യം അവിടെ പോയിട്ട് ഷോപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഒന്ന് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു കല്യാൺ 99 പറഞ്ഞിട്ട് ഷോപ്പിൽ കയറിയിട്ടോ. ഒന്നും വാങ്ങാനും നല്ല കയറിയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ നമുക്ക് ഈ 2 ഷോർട്സ് ഇഷ്ടമായി. അങ്ങനെ ഞാനും സ്നേഹി അത് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു കൊറിയൻ ഐറ്റംസ് കിട്ടുന്ന ഒരു ക്യൂട്ട് ഷോപ്പിലേക്കായിരുന്നു കേട്ടോ. ഇത് മുഹീബിന്റെ നിർബന്ധത്തിന് വന്നതാണ്. പുതിയ ഈ ഒരു ഷോപ്പ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് വഴിയൊന്നും അറിയാത്തതുകൊണ്ട് ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് പോയി. എന്തായാലും ആ ഒരു ഹണ്ട് നല്ല വേർത്തായിരുന്നു പറയാം. ഭയങ്കര അടിപൊളി ഒരു കടയായിരുന്നു കേട്ടോ അത്. ഈ ഒരു ഷോപ്പിന്റെ പേര് ഡി ലവ് എന്നാണ് കേട്ടോ. നല്ല ക്യൂട്ട് സാധനങ്ങളൊക്കെ നിറച്ച് വെച്ചാൽ നല്ലൊരു ക്യൂട്ട് ഷോപ്പായിരുന്നു. ഈ വീഡിയോസിലും ഡ്രാമാസിലൊക്കെ ഞാൻ ഇഷ്ടംപോലെ ഇങ്ങനെ കണ്ടു. അതേപോലെ നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന ഇങ്ങനത്തെ ക്യൂട്ട് സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനായിട്ടുള്ളൊരു കടയൊന്നും ഞങ്ങളുടെ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മറ്റേതല്ലേ അത്ര കൂടെ കേൾക്കാൻ പറ്റും. കൊള്ളാലോ. ഹലോ, എനിക്കറിയില്ല. ഹായ് ഗായ്സ്, ഫൈനലി ഞങ്ങളുടെ ഇന്നത്തെ ലാസ്റ്റ് എന്താ പറയുക ഫുഡ്. ഇവർക്ക് വരണം. ഇതൊക്കെയാണ് വീഡിയോയിൽ വരുന്നത് ഗൈസ്. ഒരു മീറ്റപ്പ് പറ. ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു ഗൈസ്. പെട്ടെന്നായിരുന്നു എല്ലാം. തിന്നുകൊണ്ടേയിരുന്നു. ടാൻ അടിച്ച് ഞങ്ങളായില്ലേ. രാവിലെ വന്നവരേ അല്ലേ പോയത്. അപ്പോൾ കഴിഞ്ഞിട്ട് ദിവസം കഴിഞ്ഞുകൊണ്ട് വിഷമമൊന്നുമില്ല. എല്ലാം ഇനി എന്തെങ്കിലുമൊക്കെ കാണാം. പറ. ദിവസം വളരെ അടിപൊളിയായി. പറ. നമ്മളെല്ലാവരും കുറേ ദിവസത്തിന് ശേഷമാണ് കാണുന്നത്. ദിവസോ? ഒരു വർഷം. 3 ദിവസം. ഓ അതെ, കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ കണ്ടു. ഇനി ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണും. ഇവരൊക്കെ പോകാൻ പോവാണ് ഗൈസ് കോളേജിൽ. ഓൾറെഡി പോയി. ഞാൻ കൊള്ളാം, എനിക്ക് പഠിക്കണ്ട. അപ്പം എന്തായാലും ഇന്നത്തെ ദിവസം ഇവിടെ കഴിഞ്ഞു. സോ ഞാൻ ലാസ്റ്റ് വീട്ടിലെത്തിയിട്ട്, നമ്മളെപ്പോൾ എത്തുന്നല്ല, എൻ്റെ ഫോണാണെങ്കിൽ ചാർജില്ല. ലാസ്റ്റ് വീട്ടിലെത്തിയിട്ട് ലാസ്റ്റ് ഒരു വൈൻഡപ്പും കൂടി ചെയ്യാം. അപ്പം ഹായ് ഗായ്സ്, അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ എനിക്കാണെങ്കിൽ നമ്മൾ പാലക്കാട് നിന്ന് ഓരോരുത്തരും ഓരോ സ്ഥലത്ത്, അതായത് ബസ്സിലൊക്കെ അങ്ങനെ പോകുന്നതും പിന്നെ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ KSRTC ഇങ്ങോട്ട് പോരുന്നതും, പെരിന്തൽമണ്ണ അവിടെ നിന്ന് പിന്നെ ബസ്സിന് ഇങ്ങോട്ട് പോകുന്നു. പിന്നെ നമ്മൾ വണ്ടൂർ എത്തിയിട്ട് അച്ഛൻ അവിടെ എന്നെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. സ്നേഹൻ്റെ അച്ഛൻ അവളെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളോട് ബൈ പറയണതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതേപോലെ വീട്ടിലെത്തിയിട്ടും എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോൺ ചത്ത് കിടക്കുകയായിരുന്നു. ചാർജ് ചെയ്യണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ചാർജ് ചെയ്ത് ഞാനൊരു 9:30 ആകുമ്പോഴാണ് എത്തിയത്. ചാർജൊക്കെ ചെയ്ത് ഞാൻ അപ്പോഴേക്കും പോയി ഒന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അതൊക്കെ കഴിച്ചാണ് കേട്ടോ വീഡിയോ എടുക്കേണ്ടത്. അപ്പം എൻ്റെ ഫോൺ ഫുള്ളായിട്ട് ഓഫ് ആയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് കുറേ വീഡിയോസൊക്കെ ഞാൻ സ്നേഹൻ്റെ ഫോണിലാണ് എടുത്തത്. ഇപ്പോൾ അവളത് അയച്ചു തരണം. അപ്പോൾ എന്തായാലും നമ്മളിന്ന് നല്ലൊരു ഡേ ആയിരുന്നു. എന്താ പറയുക, കുറച്ച് ലേറ്റായിട്ട് നമ്മളിങ്ങനെ എത്തിയതെങ്കിലും ഞങ്ങൾ സ്പെൻഡ് ചെയ്ത ഈ ഒരു ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം കാണുന്നതായതുകൊണ്ടായിരിക്കാം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അതേപോലെ തന്നെ പക്ഷെ നമുക്ക് ആ കാണുമ്പോൾ പഴയ അതേ ആ ഒരു ഫീലാണ്. അവരൊപ്പം നമുക്ക് നിൽക്കുമ്പോഴും സംസാരിക്കുമ്പോഴും കളിക്കുമ്പോഴും ചിരിക്കുമ്പോഴും ഒക്കെ ആ ഒരു ഫീലാണ്. സോ ഭയങ്കര ഹാപ്പിയാണ്. എന്നാണ് ഇനി കാണാമെന്നൊന്നും അറിയില്ല. അപ്പോൾ പോരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു
അത് ഭയങ്കര മനസ്സിലൊരിതായിരുന്നു. പക്ഷെ സ്റ്റിൽ നമുക്ക് എന്താ പറയുക, ഇനിയിപ്പോൾ അവരെല്ലാവരും ഓരോ കോളേജിലേക്ക് ഓരോരോ ഇതൊക്കെയാണ്. അപ്പോൾ എന്നാണ് കാണുമെന്ന് അറിയില്ല. പിന്നെ നമുക്കതുപോലെ കോളേജിലേക്ക് പോകുമ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര യൂസ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടേക്ക് പക്ഷേ കുറേ കാലത്തിന് ശേഷം പോകുമ്പോൾ ഭയങ്കര ഒരു ഡിഫറൻസ് തോന്നി, മൊത്തമായിട്ട് മാറിയ പോലെ തോന്നി. പിന്നെ നമുക്കറിയുന്ന ആരും അവിടെ ഉണ്ടായില്ല, പുതിയ പിള്ളേരൊക്കെ ഇപ്പോൾ അഡ്മിഷൻ്റെ ടൈമൊക്കെയാവും. അപ്പോൾ അവരൊക്കെയാണ് ഞങ്ങളിങ്ങനെ ഇത് ഞങ്ങൾ പഠിച്ച കോളേജ് തന്നെയാണോ ആ ഒരു മൈൻഡായിരുന്നു. എനിവേ നമ്മൾ കോളേജിൽ പോയി, പിന്നെ സോഷ്യൽ കിച്ചണിൽ പോയി. ഇവിടെയൊക്കെ നമ്മൾ കുറേ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ പ്രാവശ്യം പോയ സ്ഥലങ്ങളല്ലേ. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ പോയി. പിന്നെ മലമ്പുഴ പോയി നമ്മൾ അക്വേറിയം കണ്ട്, ഞാൻ എല്ലാത്തിനും വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പിന്നെ നെഹദിയിൽ പോയിട്ട് മന്തി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ശരിക്കും ഹോട്ടലിൽ പോകണം എന്നായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നെ ലേറ്റ് ആവും എന്നുള്ളൊരു ഇതുകൊണ്ട് നമ്മൾ അവിടെയുള്ള കുറച്ച് ഷോപ്പിലൊക്കെ കയറി കുറച്ച് പർച്ചേസും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പാലക്കാട് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കയറിയിട്ടുണ്ടായിരുന്ന ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സ്ഥലമായിരുന്നു സ്റ്റുഡിയോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വെറുതെ അവിടെയൊക്കെ ഒന്ന് കയറി. അതുപോലെ പുതിയ കടകളൊക്കെ വന്നതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ കുറച്ച് കടകളിലൊക്കെ കയറി. എല്ലാത്തിനും വീഡിയോസ് കണ്ടിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ബസ് കയറി വന്നപ്പോൾ വേറെ റൂട്ടാണ് വന്നത്. നമ്മളത് നോക്കിയിട്ടുണ്ടായില്ല. എന്തായാലും ഡെസ്റ്റിനേഷൻ പെരുന്തൽമണ്ണയായിരുന്നു. അവിടെ നിന്ന് പിന്നെ നമുക്ക് ബസ് കിട്ടാനൊക്കെ ലേറ്റായി. അങ്ങനെ നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് ഇവിടെ എത്തിയത്. ബട്ട് സ്റ്റിൽ ഞങ്ങളിന്ന് സ്പെൻഡ് ചെയ്ത അവിടെ ഭയങ്കര അടിപൊളിയായിരുന്നു. എന്താ പറയുക, ഇനിയും എപ്പോഴെങ്കിലുമൊക്കെ അവരെ കാണാൻ പറ്റും. സോ ഇന്നത്തെ ഡേ അവർ എന്താ പറയുക ഹാപ്പി ആക്കി എന്നെ. അപ്പോൾ എന്തായാലും നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വ്ളോഗായിട്ട് കാണാം. ബൈ.